അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 3-ാമത്തെ ചാപ്റ്റർ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നർത്ഥം വരുന്ന പാഠാണ് വായിക്കുന്നത്. ഈ പാഠത്തിൽ പറയുന്നത് വെള്ളിയാഴ്ചയുടെ മഹത്വവും ജുമുഅ നിസ്കാരത്തിന്റെ നിബന്ധനകളും സുന്നത്തുകളുമാണ്. നമുക്ക് വായിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാക്കുന്നതും വെള്ളിയാഴ്ചയായിരിക്കും. അതിനാൽ ആ ദിനത്തിൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിക്കപ്പെടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ശരീരം ദ്രവിച്ചു പോയാൽ എങ്ങനെയാ പ്രദർശിപ്പിക്കപ്പെടുക? അവിടുന്ന് പറഞ്ഞു, നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല. അല്ലാഹു തആല അത് വിലക്കിയിട്ടുണ്ട്. നാട്ടിൽ താൽക്കാലിക താമസക്കാരനോ സ്ഥിര താമസക്കാരനോ ആയ എല്ലാ മുക്കല്ലഫായ പുരുഷനും ജുമുഅ നിർബന്ധമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും 132 കിലോമീറ്ററിൽ കുറയാത്ത ദൂരത്തേക്കുള്ള ഹലാലായ യാത്രക്കാർക്കും രോഗം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ജുമുഅ നിർബന്ധമില്ല. ജുമുഅക്ക് 6 ഷർത്തുകളുണ്ട്. 1, നാടിന്റെ പരിധിക്കുള്ളിലെ സ്ഥലത്ത് വച്ചാവുക. 2, നാടിന്റെ പരിധിക്കുള്ളിൽ ഈ ജുമുഅയുടെ മുമ്പോ കൂടെയോ മറ്റൊരു ജുമുഅ ഇല്ലാതിരിക്കുക. എന്നാൽ ശർഈയായ കാരണങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം ജുമുഅ ആകാവുന്നതാണ്. 3, ളുഹറിന്റെ സമയത്താവുക. 4, ജുമുഅയുടെ അഹ്ലിക്കാരിൽപ്പെട്ട 40 ആളുകൾ ഉണ്ടാവുക. ഖുതുബയുടെ സമയത്തോ നിസ്കാര സമയത്തോ 40 ആളുകൾ ഇല്ലെങ്കിൽ ജുമുഅ സാധുവാകുകയില്ല. 5, 1-ാം റക്അത്ത് ജമാഅത്തായി നടത്തുക. ഇമാമിന്റെ 2-ാം റക്അത്തിലെ റുക്കൂഇൽ തുമനീനത്ത് ലഭിക്കും വിധത്തിൽ തുടർന്നവന് ജുമുഅ ലഭിക്കും. അതിനുശേഷം വന്നവന് ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിന്റെ സലാമിന് ശേഷം ളുഹറായി പൂർത്തീകരിക്കുകയും വേണം. 6, സ്വഹീഹായ 2 ഖുതുബക്ക് ശേഷമാവുക. അറബി ഭാഷയിലെ ഖുതുബ സ്വഹീഹാവുകയുള്ളൂ. നിസ്കാരം പോലെ അതൊരു ആരാധനയാണ്. അതിന് പ്രത്യേകം ഷർത്തുകളും റുക്നുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മുസ്ലിങ്ങളുമെല്ലാം അറബിയിൽ മാത്രമേ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളൂ. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ ബിദ്അത്തും ഹറാമുമാണ്. ജുമുഅ സ്വഹീഹാവുകയുമില്ല. വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകൾ: 1, വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് ഓതുക. സുബ്ഹിന് ശേഷം അത് മുഅക്കദായ സുന്നത്താണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. 3, ഇജാബത്തിന്റെ സമയം പ്രതീക്ഷിച്ച് ദുആ വർദ്ധിപ്പിക്കുക. 4, ജുമുഅക്ക് പോകാനെടുത്ത സമയത്ത് കുളിക്കുക. 5, നേരത്തെ പോവുക. 6, വെളുത്ത വസ്ത്രം ധരിക്കുക. 7, സുഗന്ധം പൂശുക. 8, സാവധാനത്തോടെ ദീർഘമായ വഴിയിലൂടെ നടന്നു പോവുക. വെള്ളിയാഴ്ചയിലെ കറാഹത്തുകൾ: 1, കുളിക്കാതെ ജുമുഅക്ക് പോവുക. 2, ധൃതിയിൽ പോവുക. എന്നാൽ ജുമുഅ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ധൃതിയിൽ പോകൽ നിർബന്ധമാണ്. 3, കാരണമില്ലാതെ മറ്റുള്ളവരുടെ പിരടിയുടെ നേരെ കാൽ വരുന്ന നിലയിൽ ചാടിക്കടക്കുക. 4, ഖുതുബയുടെ സമയത്ത് സംസാരിക്കുക. 5, ഖുതുബയുടെ സമയത്ത് മുട്ടുകെട്ടിയിരിക്കുക. ജുമുഅക്ക് 2 അദാൻ സുന്നത്താണ്. ആദ്യ അദാൻ ളുഹറിന്റെ അദാനിന്റെ സമയത്തും 2-ാം അദാൻ ഖതീബ് മിമ്പറിൽ കയറിയതിന് ശേഷവുമാണ്. ഖുതുബക്ക് മുമ്പ് മഅശറ വിളിക്കലും ജുമുഅ നിസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും ജഹ്റാക്കി ഓതലും 1-ാം റക്അത്തിൽ സൂറത്തുൽ ജുമുഅയോ സബ്ബിഹിസ്മയോ ഓതലും 2-ാം റക്അത്തിൽ മുനാഫിഖൂനയോ ഹൽ അതാക്കയോ ഓതലും സുന്നത്താണ്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് ഭയന്നാൽ ജുമുഅ നിർബന്ധമായവൻ വെള്ളിയാഴ്ച ഫജറിന് ശേഷം യാത്ര പോകൽ ഹറാമാണ്. ഇനി റിബാത്ത് വായിക്കാം. 1, നഖ്താറുൽ മുനാസിബ്, യോജിച്ച് തെരഞ്ഞെടുക്കുക. അതിൽ 1, ജുമുഅ നിർബന്ധമില്ലാത്തവർ, കച്ചവടക്കാർ, ജോലിക്കാർ, ദീർഘയാത്രക്കാർ. ശരിയുത്തരം ദീർഘയാത്രക്കാർ. 2, ജുമുഅ സാധുവാകാൻ വേണ്ട ആളുകൾ 30, 40, 20. ശരിയുത്തരം 40. 3, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ സുന്നത്ത്, കറാഹത്ത്, ഹറാം. ശരിയുത്തരം ഹറാം. 4, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ മുഅക്കദായ സുന്നത്തുള്ള സമയം സുബ്ഹിന് ശേഷം, ജുമുഅക്ക് ശേഷം, രാത്രി. ശരിയുത്തരം സുബ്ഹിന് ശേഷം. 5, ജുമുഅയുടെ 1-ാം റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് സബ്ബിഹിസ്മ, ഹൽ അതാക, അൽ മുനാഫിഖൂൻ. ശരിയുത്തരം സബ്ബിഹിസ്മ. ഇനി നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ പദത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 1,
ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? വെള്ളിയാഴ്ച. 2. കുളിക്കാതെ ജുമഅക്ക് പോകുന്നതിന് വിധിയെന്ത്? കറാഹത്ത്. 3. വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട നബി ആര്? ആദം അലൈഹിസ്സലാം. 4. ജുമഅക്ക് എത്ര ഷർത്തുകളുണ്ട്? 6. 5-ാമത്തെ ചോദ്യം, ഖുത്ബയുടെ സമയത്ത് മസ്ജിദിൽ കറാഹത്തുള്ള ഇരുത്തം ഏത്? മുട്ടുകെട്ടിയിരിക്കൽ. ഇനി നുജീബ് ഉത്തരമേതാം. 1. ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട് എന്തിൽ നിന്ന്? നബിമാരുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന്. ചോദ്യം 2. ജുമഅ നിർബന്ധമാണ് ആർക്ക്? നാട്ടിൽ താൽക്കാലിക താമസക്കാരനോ സ്ഥിര താമസക്കാരനോ ആയ എല്ലാ മുക്കല്ലഫായ പുരുഷന്മാർക്കും. 3. ജുമുഅയിൽ 2-ാം റക്അത്തിലെ റുക്ഉഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം? ഉത്തരം, ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ശേഷം ദുഹറായി പൂർത്തീകരിക്കണം. ചോദ്യം 4. ജുമുഅക്ക് അദാൻ വിളിക്കണം എപ്പോഴെല്ലാം? ആദ്യ അദാൻ ളുഹറിന്റെ സമയത്തും 2-ാമത്തെ അദാൻ ഖതീബ് മിമ്പറിൽ കയറിയതിന് ശേഷവും. ഇനി നക്തുബ് ഫിഖ്റ ഗണ്ണിക എഴുതുക. 1. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. സൂറെന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാക്കുന്നതും വെള്ളിയാഴ്ചയായിരിക്കും. അതിനാൽ ആ ദിനത്തിൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിക്കപ്പെടും. ഇനി 2. ഖുത്ബയുടെ ഭാഷ. അറബി ഭാഷയിലെ ഖുത്ബ സ്വഹീഹാവുകയുള്ളൂ. നിസ്കാരം പോലെ അതൊരു ആരാധനയാണ്. അതിന് പ്രത്യേകം ഷർത്തുകളും റുക്കുനുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മുസ്ലിങ്ങളുമെല്ലാം അറബിയിൽ മാത്രമേ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളൂ. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ ബിദ്അത്തും ഹറാമുമാണ്. ജുമുഅ സ്വഹീഹാവുകയില്ല. അടുത്തത് തഖ്സീസ്. അസൈൻമെന്റ് ചെയ്യാനാണ്. താഴെ തന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. 1. എന്റെ വെള്ളിയാഴ്ച ദിവസം. ആൺകുട്ടികളാണ് അവതരിപ്പിക്കേണ്ടത്. നോക്കൂ, ആൺകുട്ടിയുടെ വെള്ളിയാഴ്ച ദിവസം. ഞാൻ വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് ഓതും. ജുമഅക്ക് പോകാനെടുത്ത സമയത്ത് കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി സാവധാനത്തോടെ ദീർഘമായ വഴിയിലൂടെ അറബി ഭാഷയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിലേക്ക് നേരത്തെ പോവും. ഇനി 2. എന്റെ വെള്ളിയാഴ്ച ദിവസം. പെൺകുട്ടികളാണ് അവതരിപ്പിക്കേണ്ടത്. പെൺകുട്ടിയുടെ വെള്ളിയാഴ്ച ദിവസം. ഞാൻ വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് ഓതും. നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിക്കും. കൂട്ടുകാരൊക്കെ നന്നായി പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.